ഹലോ ഗേസ്, കുറച്ച് ദിവസമായിട്ടൊന്ന് തെന്നി നിൽക്കുമായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഗേസ് ഞാൻ വീണ്ടും അപ്പോൾ ഗേസ് വേറൊന്നുമില്ല, കണ്ണാടി ചുമ്മാ ഒരു രസത്തിന് വെച്ചതാണ്. അപ്പോൾ ഗേസ് ഞാൻ ഇന്ന് പറയാൻ വന്നത് വേറൊന്നുമല്ല, ഒരു ഹെൽപ്പിംഗ്, അതായത് നമ്മുടെ നിത്യ സജിത നമ്മുടെ കൂടെ ഫോണിൻ്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു ഉൽപ്പന്നമല്ല, എപ്പോഴും നമ്മുടെ ബാഗിലോ അല്ലെ എന്തെങ്കിലും കാര്യത്തിനോ കൂടെ എവിടെ വേണമെങ്കിലും കൊണ്ടുനടക്കേണ്ട ഒരു കാര്യമാണ് ചാർജർ. പിന്നെ അപ്പോൾ ചാർജറിനെ പറ്റിയാണ് കേസ് ഞാനിന്ന് പറയാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് നാൾ ഉപയോഗിച്ച് കഴിയുന്ന നേരത്ത് ചാർജറിൻ്റെ ഈ ഒരു അറ്റം ഉണ്ടല്ലോ കേസ്, ഈ അറ്റം ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. പൊട്ടിയിട്ട് ഇവിടെ വിണ്ട് കീറിയിട്ട് ഭയങ്കര സീനാവും. അങ്ങനെ കുറച്ച് നാളത് ഉപയോഗിച്ച് കഴിയാൻ നേരത്ത് നമ്മളിത് മാറ്റാൻ തുടങ്ങും. അപ്പോൾ ഗേസ് ഞാനത് പറയാൻ വന്നത് വേറൊന്നുമില്ല, മാറ്റേണ്ട കാര്യമില്ല. നിങ്ങളുടെ വീട്ടിൽ നൂലുണ്ടാവില്ലേ, നൂല് തയ്ക്കുന്ന നൂല്, ആ നൂല് വെച്ചിങ്ങനെ കുനാന്ന് ഇതിൻ്റെ അറ്റം എടുക്കുക, നൈസായിട്ട് ഇത് കണ്ട കെട്ടി ഇങ്ങനെ ടൈറ്റാക്കി എടുത്ത് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ വരും. കണ്ടോ ഗേസ്, കണ്ടോ? ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6-7 മാസമായി. അതുകൊണ്ട് ഇവിടെ ഇച്ചിരിയൊക്കെ ഒന്ന് വിടാൻ തുടങ്ങി. പക്ഷെ എന്നാലും നല്ല ടൈറ്റായിട്ട് സെറ്റാക്കി കെട്ടിക്കഴിഞ്ഞുണ്ടല്ലോ എൻ്റെ പൊന്നു മച്ചാനേ, വേറെ സീനാണ്. അപ്പോൾ അതുകൊണ്ട് കേസ് നല്ലൊരു ഹെൽപ്പിംഗ് സംഭവമാണ്. കാരണം നമ്മുടെ ചാർജിങ്ങിൻ്റെ സ്ലോട്ടിൻ്റെ ഈ അറ്റത്തായിട്ട് ഇങ്ങനെ പൊട്ടി കീറി കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ വിള്ളൽ വരാൻ തുടങ്ങും. ഇപ്പോൾ എല്ലാ മിക്ക ഫോണിൻ്റെയും റിയൽമിയുടെ മാത്രം മിക്ക ഫോണിൻ്റെ ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ ഏറ്റവും വലിയ ഒരു ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക, നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ ഇത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, ഇത് ഏറ്റവും നല്ലൊരു ഉപകാരമായിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് ചാർജർ നമുക്കിത് മാറ്റേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു നൂലുണ്ടെങ്കിൽ നല്ലപോലെ ചുറ്റി ഇവൻ്റെ അറ്റം വരെ ചുറ്റുക, പൊളിക്കുക, എന്നിട്ട് കുത്തി തകർക്കുക, ഗേസ് എന്നിട്ട് കുത്തി ചാർജ് ചെയ്ത് സിമ്പിൾ. അപ്പോൾ അത്രേ ഉള്ളൂ ഗേസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഗേസ്, നമ്മ ഭാഗം വന്ദനം, വരാം, ഇനിയും വരാം. ഓക്കേ.